നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇനി മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഫിസിക്സ് നമ്മൾ 3 ചാപ്റ്റർ കവർ ചെയ്തു. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പ്രോബ്ലം സെക്ഷനിലോട്ടാണ്. പ്രോബ്ലം സെക്ഷൻ കണക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും മറ്റുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യ ഒരു പ്രോബ്ലം സെക്ഷനായിട്ട് വരുന്നത് ട്രാൻസ്ഫോമറിലാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംസ് ആണ്. ട്രാൻസ്ഫോമർ ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്? ഏത് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസാണ് ട്രാൻസ്ഫോമർ? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ? സമീപസ്ഥങ്ങളായ 2 കോയിൽസ് ഉണ്ട്. അടുത്തടുത്തുള്ള 2 കോയിൽസിൽ ഒരെണ്ണത്തിൽ ഫ്ലക്സ്, മാഗ്നറ്റിക് ഫ്ലക്സ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തതിലും എന്തുണ്ടാവും? ആ ഒരു വേരിയേഷൻ കാരണം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ വെച്ച് എന്തുണ്ടാവും? ഇവിടെ കറണ്ട് ഉണ്ടാവും. ഇപ്പോൾ നമ്മളവിടെ ആ സർക്യൂട്ടിൽ ഒരു ബൾബ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? കത്തും. ബൾബ് കത്തുന്നതല്ല പ്രധാനം. ഇതിനകത്തൂടെ എന്തൊഴുകുമെന്ന് മനസ്സിലാക്കുക, കറണ്ട് ഒഴുകുമെന്ന് മനസ്സിലാക്കുക. ആ കറണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് അത് കത്തുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സർക്യൂട്ടിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് കറണ്ട് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഏത് കറണ്ടാണ് കൊടുത്തത്? AC ആണ്. എന്തുകൊണ്ടാണ് AC കറണ്ട് കൊടുക്കുമ്പോൾ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? AC എന്ന് പറയുന്നത് എന്താണ്? പ്രത്യാവർത്തി ധാരാവൈദ്യുതിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ നിശ്ചിത സമയത്തിലും അതിൻ്റെ ദിശ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കറിയാം അതിൻ്റെ വോൾട്ടതയും എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ഡിഫറൻസും എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. വോൾട്ടേജും മാറിക്കൊണ്ടിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന കാന്തിക ബലരേഖകൾ അല്ലെങ്കിൽ കാന്തിക ഫ്ലക്സിൻ്റെ അളവിലും വ്യത്യാസം വരും. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അളവിലും വ്യത്യാസം വരും. ആ ഒരു വ്യതിയാനം മൂലം ഇവിടെ കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാവുകയും ഇതിന് തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു കണ്ടക്ടറിൽ ആ വ്യതിയാനം ഒരു കറണ്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ തൊട്ടടുത്ത ആ ഒരു സർക്യൂട്ടിൽ മ്യൂച്വലായിട്ട് തൊട്ടടുത്ത സർക്യൂട്ടിൽ എന്തുണ്ടാക്കുന്നു? ആ ഒരു കറണ്ട് ഉണ്ടാക്കുന്നു. ആ കറണ്ട് ഉണ്ടാക്കുന്ന ആ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലോസ് സർക്യൂട്ട് ആയതുകൊണ്ടാണ് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞത്. ഇത് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു EMF ഉണ്ടാവുന്നു. ഇത് തമ്മിൽ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ എന്തൊഴുകും? കറണ്ട് ഒഴുകും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്തൊഴുകൂ? കറണ്ട് ഒഴുകൂ. ഓക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണ് ആര്? ട്രാൻസ്ഫോമർ. ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ്, ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്താണ്? ട്രാൻസ്ഫോമറിൽ പവർ നഷ്ടം ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വോൾട്ടേജ് മാറ്റാനായിട്ട് പറ്റും. പവർ നഷ്ടമില്ലാതെ എന്ത് മാറ്റാൻ പറ്റും? വോൾട്ടേജ് മാറ്റാൻ പറ്റും. അതായത് ട്രാൻസ്ഫോമറിന് 2 കോയിലുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി കോയില്, ഇത് സെക്കൻഡറി കോയിൽ. അപ്പൊ ഇതിനകത്ത് ഓരോ കമ്പി ചുറ്റുകളുണ്ട്. ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഈ കറണ്ട് കൊടുക്കും. ആ ഒരു ഭാഗമാണ് ഇൻപുട്ട്. ഒരു ഭാഗത്ത് നമ്മൾ കറണ്ട് എടുക്കും. അതാണ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ആണ് വ്യത്യാസപ്പെടുത്താൻ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന വോൾട്ടേജ് ആണ്. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു എന്താണ്? VI അല്ലേ? ഈ വോൾട്ടേജ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് മാറണം? പവർ മാറണ്ടേ? പവർ ഈസ് ഈക്വൽ ടു VI എന്നല്ലേ? അങ്ങനെ മാറണ്ടേ? പക്ഷെ അങ്ങനെ മാറുന്നില്ല. അങ്ങനെ മാറാതെ വോൾട്ടേജ് മാറ്റുന്ന ആളാണ് ആര്? ട്രാൻസ്ഫോമർ. അപ്പൊ അങ്ങനെ പവർ മാറാതെ എങ്ങനെ വോൾട്ടേജ് മാറ്റാൻ പറ്റും? ഈ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ച് കറണ്ട് കൂടെ എന്ത് ചെയ്താൽ മതി? മാറിയാ മതി. ഉദാഹരണത്തിന് പവർ ഇപ്പോൾ ഒരു 10 വാട്ടാണെന്ന് വെച്ചത്. അപ്പോൾ ഉദാഹരണമാണ് ജസ്റ്റ് പറയാൻ വേണ്ടി. പവർ ആദ്യം എത്രയായിരുന്നു? 10 വാട്ടായിരുന്നു. അപ്പം വോൾട്ടേജ് 5 വോൾട്ടും കറണ്ട് എത്ര വരണം? V × I. 10 വരണ്ടേ? അപ്പൊ 5ഉം 2 ആംപിയറും ആയിരുന്നു വെച്ചോ. 5.2 എത്ര കിട്ടും? 10 കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പവർ 10 വാട്ടായിരുന്നു, വോൾട്ടേജ് 5 വോൾട്ട്. ഇത് വാട്ട് പവറിന്റെ യൂണിറ്റ്, ഇത് വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ്. അപ്പൊ 5 വോൾട്ട് ആയിരുന്നു. കറണ്ട് അതിനനുസരിച്ച് എത്രയായിരുന്നു? 2 ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. ഓക്കെ. അപ്പൊ ഇത് 10 കിട്ടി. ഇനി ഞാൻ ഈ വോൾട്ടേജ് 5 വോൾട്ട് മാറ്റി ഞാൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 10 വോൾട്ട് ആക്കി. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഉയർത്തുന്ന ട്രാൻസ്ഫോമർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 5 വോൾട്ട് മാറ്റി എത്രയാക്കി? 10 വോൾട്ട് ആക്കി. അപ്പോഴ് പവർ വ്യത്യാസം ഇല്ല. എത്ര തന്നെ നിൽക്കുന്നു?
10 വോൾട്ടിൽ തന്നെ നിൽക്കണം. ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകതയാണ്, അങ്ങനെ തന്നെ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ ഉള്ള ഒരു സാധ്യത എന്താണ്? നമുക്ക് ഇവിടെ വോൾട്ടേജ് 10 ആയി, അപ്പോൾ ഇത് പവർ 10 ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ കറണ്ടിൽ എന്ത് വരുത്തണം? ഈ 2 ആയിട്ട് തന്നെ നിർത്തി കഴിഞ്ഞാൽ 10 ഗുണം 2 ഇവിടെ എത്ര വാട്ടാവും? 20 വാട്ട് ആവൂലേ? ഇവിടെ അപ്പൊ കറണ്ട് കുറയണം. കറണ്ട് എത്ര? 2 മാറി 1 ആംപിയർ ആയിട്ട് കുറയും. അങ്ങനെ ആയാലേ 10 ഗുണം 1 10 അല്ലേ? ഇത് വോൾട്ട്, ഇത് കറണ്ട്. ഇപ്പോൾ വോൾട്ടേജിന്റെ കറണ്ടാണ് പവർ. ഇപ്പോൾ 10 ഗുണം 1 എത്രയായിട്ട് തന്നെ നിന്നു? 10 വാട്ടായിട്ട് തന്നെ നിന്നു. അപ്പോൾ ഇവിടെ സംഭവിച്ച മാറ്റം എന്താണ്? വോൾട്ടേജ് കൂടി, അതിനനുസരിച്ച് ആ കൂടെ ഉള്ള ആള് എന്ത് ചെയ്തു? കൂടെ ഉള്ള ആളാരാ? കറണ്ട്. കറണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇവിടെ 2 ആംപിയർ ആയിരുന്ന ആള് ഇവിടെ എത്തിയപ്പോൾ എത്രയായി? 1 ആംപിയർ ആയി കുറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ എന്ത് കുറച്ചു? കറണ്ട് കുറഞ്ഞു. നമ്മൾ ഓം നിയമം അനുസരിച്ച് എന്താ പറയുന്നത്? വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ്. അത് സെയിം കണ്ടക്ടറിലാണ്. ഇവിടെ രണ്ടും രണ്ട് ചുറ്റിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പവർ വ്യത്യാസം വരാതെ വോൾട്ടേജോ കറണ്ടോ ഇപ്പൊ വോൾട്ടേജോ നമുക്ക് മനസ്സിലായി. വോൾട്ടേജ് മാത്രമല്ല മാറുന്ന, കറണ്ടും മാറുന്നുണ്ട്. അപ്പോൾ വോൾട്ടേജോ കറണ്ടോ മാറ്റാൻ പറ്റുന്ന ആളാണ് ആരുടെ? ട്രാൻസ്ഫോമർ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ തിയറി ഒന്ന് ആദ്യമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. ഓക്കെ, അത് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് വരാൻ. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്. ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ VS/VP സമം NS/NP. ഓക്കെ, VS/VP സമം NS/NP. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഇതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. VS എന്താ? V എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ സൂചിപ്പിക്കുന്നു. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, ചുറ്റുകളുടെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്നു. S എന്ന് പറഞ്ഞാൽ സെക്കൻഡറിനെ സൂചിപ്പിക്കുന്നു. P എന്ന് പറഞ്ഞാൽ പ്രൈമറിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. എന്താണ് സ്റ്റെപ്പ് അപ്പ്? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുക. ആ പേര് തന്നെ സ്റ്റെപ്പ് അപ്പ് ആണ്. അപ്പൊ എപ്പോഴും വോൾട്ടേജിനായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ആ പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാലോ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ. വോൾട്ടേജ് ആണ് നമ്മുടെ വോൾട്ടേജ് എന്ന് ഉദ്ദേശിച്ച പൊട്ടൻഷ്യൽ ഡിഫറൻസ് കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൂട്ടാനും കുറയ്ക്കാനും ആ പേര് വെച്ചിട്ട് പറയുന്നത്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടാൻ, വോൾട്ടേജ് കൂട്ടാൻ. ഓക്കെ, ഇനി സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കാൻ. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു, പവർ കോൺസ്റ്റന്റ് ആണ്. ഈ രണ്ട് കോയിലും പവർ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആര് കുറയണം? കറണ്ട് കുറയണം. ആ ഒരു പോയിന്റ് ഒന്നുകൂടെ കേട്ട് നോക്കുക കേട്ടോ. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് ഓരോ കോയിലും കുറയണം. സോ കറണ്ടും വേരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് ഇൻക്രീസ് ആവുന്നു, അതിനനുസരിച്ച് എന്ത് കുറയുന്നു? കറണ്ട് കുറയുന്നു. സ്റ്റെപ്പ് ഡൗണിലാണെങ്കിലോ വോൾട്ടേജ് ഡിക്രീസ് ആവും, അതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യും? പക്ഷേ കൂടും. കറണ്ട് കൂടുമെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് കോയിലാണ്, ഒരേ കോയിലുള്ള കാര്യമല്ല. ഇതിന്റെ ബാക്കിയല്ല ഈ കോയിൽ. ഈ ഒരു കമ്പി ചുറ്റിന്റെ ബാക്കിയായിട്ടല്ല ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും രണ്ട് സർക്യൂട്ടാണ്. ഫൈൻ. അപ്പൊ അടുത്തത് പ്രോബ്ലത്തിലോട്ട്. VS/VP സമം NS/NP. അതായത് വോൾട്ടേജുകൾ തമ്മിലുള്ള റേഷ്യോവും ചുറ്റുകളുടെ എണ്ണം തമ്മിലുള്ള റേഷ്യോവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ വോൾട്ടേജ്, വോൾട്ടത. VP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ വോൾട്ടത. അടുത്തത് NS എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. NP എന്ന് പറഞ്ഞാൽ പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലെ പ്രോബ്ലം ചെയ്യാം. ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസേ വരും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കറണ്ടിൻ്റെ ഇക്വേഷനോടെ ചേർത്ത് പറയാം. അതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കുക. അപ്പോൾ ഇവിടെ കറണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തിരിഞ്ഞു വരും. സെക്കൻഡറിയിൽ കറണ്ട് ആ ട്രാൻസ്ഫോമറിനനുസരിച്ച് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും. സോ ഇതിന്റെ നേരെ വിപരീതമായിട്ടായിരിക്കും കറണ്ടിന്റെ വരുന്നത്. ഇവിടെ മുകളിൽ എസും താഴെ പിയും ആണ്, ഇവിടെയും എസും പിയും ആണ്. പക്ഷെ കറണ്ടിന്റെ വരുമ്പം മുകളിൽ പി ആണ് കേട്ടോ. IP/IS എന്നാവും. അപ്പൊ ഇത് മൂന്നുകൂടെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാം. VS/VP സമം NS/NP സമം IP/IS. അപ്പൊ നമുക്ക് തന്നേക്കുന്ന പ്രോബ്ലം അനുസരിച്ച് ഇതിലുള്ള ഏതെങ്കിലും രണ്ടെണ്ണം വെച്ചായിരിക്കും നമുക്ക് പ്രോബ്ലം കിട്ടുന്നത്. ഉദാഹരണത്തിന് ചില പ്രോബ്ലത്തിൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. VS/VP സമം
NS/NP. ചില ഇക്വേഷനിൽ ഇതായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. NS/NP സമം IP/IS. ഇനി അല്ലെങ്കിൽ ചിലതിൽ ഇത് രണ്ടും കൂടെ ചേർത്തായിരിക്കും വരുന്നത്. VS/VP സമം IP/IS. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരൊറ്റ ഇക്വേഷൻ അല്ല, ആക്ച്വലി എത്ര ഇക്വേഷനെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ്? 3 ഇക്വേഷൻസിനെ ചേർത്ത് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. VS/VP സമം NS/NP, IP/IS സമം NS/NP, അല്ലെങ്കിൽ VS/VP സമം IP/IS. അങ്ങനെ 3 ഇക്വേഷൻസ് ചേർന്ന് കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒറ്റ ഇതിൽ പഠിക്കാൻ പാടാണെങ്കിൽ അത് 3 ഇക്വേഷനായിട്ട് എടുത്ത് എഴുതി തന്നെ പഠിക്കും. ഓക്കെ, സിമ്പിളാണ്. ഈ എസും പിയും ഓർത്തിരുന്നാൽ മതി. അത് തിരിഞ്ഞു വരും ആരെ കേസിൽ? കറണ്ടിന്റെ കേസിൽ. അത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. പിന്നെ ഇത് ഓരോന്നും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പി പ്രൈമറി സൂചിപ്പിക്കുന്നു, എസ് സെക്കൻഡറി സൂചിപ്പിക്കുന്നു, വി വോൾട്ടേജ്, ഐ കറണ്ട്, എൻ നമ്പർ ഓഫ് ടേൺസ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ടെക്സ്റ്റിലുള്ള ചോദ്യമാണ്. ക്വസ്റ്റ്യൻ കേൾക്കുക. മലയാളത്തിൽ ഞാൻ പറയാം. എന്തായിരിക്കും? ഇംഗ്ലീഷ് മീഡിയത്തിനും കാര്യങ്ങളൊക്കെ ഇത് തന്നെ, വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഉള്ള ഐഡിയ ഇത് തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കേൾക്കുക. 240 വോൾട്ട് AC യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ടാണ് നൽകുന്നു. ഇതിന്റെ പ്രൈമറി കോയിൽ 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കാണുക. ശ്രദ്ധിക്കുക, 240 വോൾട്ട് AC യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ. അപ്പൊ ഇത്രയും AC യിൽ പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഇൻപുട്ടാണ് കേട്ടോ. അതിന്റെ ഇൻപുട്ടാണ് ആ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട്. അതായത് അതിന്റെ പ്രൈമറി കോയിലിൽ വരുന്നതാണ് എത്ര വോൾട്ട്? 240 വോൾട്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്ര വോൾട്ടേജിൽ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്നത് അത്രയെന്നാണ്. ഓക്കെ, 240 വോൾട്ട് ആണ് അതിന്റെ ഇൻപുട്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് അതിന്റെ പ്രൈമറി കോയിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? ഇതാണ് ട്രാൻസ്ഫോമർ എങ്കിൽ ഇതാണ് പ്രൈമറി, ഇതാണ് സെക്കൻഡറി. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ കൊടുക്കുന്ന എത്രയായിരിക്കും? 240 വോൾട്ട് ആയിരിക്കും. അതാണ് ഇൻപുട്ട് അവിടുത്തെ. മനസ്സിലായോ? അതാണ് ഇൻപുട്ട്. ഇനി അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് ബെല്ല്, ആ ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമർ എന്തായിരിക്കും ചെയ്യുന്ന? ഒന്നെങ്കിൽ 240 വോൾട്ടിനെ കൂട്ടും, അല്ലെങ്കിൽ 240 വോൾട്ടിനെ കുറയ്ക്കും. ബേസിക് ആയിട്ട് ട്രാൻസ്ഫോമറിന്റെ ധർമ്മം അതാണ്, ഫംഗ്ഷൻ അതാണ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ? ഡിക്രീസ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ, ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് അപ്പ്. ഇവിടെ ഇപ്പോൾ 240 വോൾട്ടാണ് ഇൻപുട്ടിൽ വന്നേക്കുന്നത്, 240 വോൾട്ടാണ് കിട്ടിയേക്കുന്ന. ട്രാൻസ്ഫോമർ എന്ത് ചെയ്തെന്ന് നോക്കാം. ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന്, അപ്പൊ ഈ ട്രാൻസ്ഫോമർ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്താണ്? ഒരു ബെല്ലാണ്, ഒരു ബെല്ല് കേട്ടോ, ഒരു ബെല്ലാണ്. ബെല്ലിന് സിമ്പിൾ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു വട്ടം കൊടുത്തിട്ട് ബെല്ലെന്ന് എഴുതിയേക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഒരു ബെല്ലാണ് ഈ സെക്കൻഡറിയിൽ നിന്ന് പോയേക്കുന്നത്. എന്താണ്? ഒരു ബെല്ലാണ്. ആ ബെല്ലിന് എത്ര വോൾട്ടാണ് കിട്ടുന്നതെന്ന് പറഞ്ഞേക്കുന്ന? 8 വോൾട്ട് ആണ് കിട്ടുന്നത്. 8 വോൾട്ട്. അതായത് ഈ സെക്കൻഡറിയിൽ നിന്ന് കിട്ടുന്നത് എത്ര വോൾട്ടാണ്? 8 വോൾട്ടാണ്. അതായത് ഇത്രയുള്ള കാര്യം ഈ ട്രാൻസ്ഫോമർ ചെയ്യുന്ന കാര്യം എന്താണ്? 240 വോൾട്ട് അങ്ങോട്ട് കിട്ടും ഔട്ട്പുട്ടിലോട്ട്. ബെല്ലിന് എത്ര? 240 വോൾട്ട് ഒന്നും വേണ്ട. സോ ബെല്ലിന് 8 വോൾട്ട് മതി. ആ 8 വോൾട്ട് ആക്കി മാറ്റി കൊടുക്കും ആര്? നമ്മുടെ ഈ ട്രാൻസ്ഫോമർ. അപ്പൊ എന്ത് തരം ട്രാൻസ്ഫോമർ ആണിത്? വോൾട്ടേജ് കൂട്ടിയതാണോ കുറച്ചതാണോ? അപ്പ് ചെയ്തതാണോ ഡൗൺ ചെയ്തതാണോ? ഡൗൺ ചെയ്തതാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുറ്റുകളുടെ എണ്ണം വോൾട്ടേജ് കൂടുതലുള്ളിടത്ത് കൂടുതലും വോൾട്ടേജ് കുറവുള്ളിടത്ത് കുറവുമായിരിക്കും അല്ലേ? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വോൾട്ടേജ് കുറവ്? സെക്കൻഡറിയിലാണ്. ഇതാണ് സെക്കൻഡറി കോയിൽ. സെക്കൻഡറി കോയിലാണ് വോൾട്ടേജ് കുറവ്. സോ അവിടുത്തെ ചുറ്റുകളുടെ എണ്ണം എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത് തെറ്റിയാലും നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് എളുപ്പം തെറ്റെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തൊക്കെയാണ്? അപ്പൊ തന്നേക്കുന്ന കാര്യങ്ങൾ: സെക്കൻഡറിയിലെ വോൾട്ടേജ് അറിയാം 8 വോൾട്ട്, പ്രൈമറിയിലെ വോൾട്ടേജ് അറിയാം 240 വോൾട്ട്. ചെറിയ എടുത്ത് എഴുതി. ഇത് എന്തെങ്കിലും അതിലുണ്ടാകും നോക്കട്ടെ. പ്രൈമറി കോയിലില് 4800 ചുറ്റുകളുണ്ട്. പ്രൈമറി കോയിൽ എന്ന് പറയുമ്പോൾ NP അല്ലേ? ചുറ്റുകളുടെ എണ്ണമാണ് N. അപ്പൊ NP പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണമാണ് NP. NP സമം 4800. അതിന് യൂണിറ്റ് ഒന്നുമില്ല, ചുറ്റുകളുടെ എണ്ണമാണ്. അപ്പൊ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുണ്ട്, ബാക്കി VS ഉണ്ട്, VP ഉണ്ട്. കാരണം 3 കാര്യങ്ങളുണ്ട് നമുക്ക് ഈ തരത്തിലുള്ള പ്രോബ്ലങ്ങളിലെല്ലാം. 4 ഫാക്ടേഴ്സ് ആയിരിക്കും അതിനകത്തുള്ളത്. അതിൽ 3 എണ്ണം കാണും, ഒരെണ്ണം കണ്ടുപിടിക്കാനായിരിക്കും.
അപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാനുള്ള ഏതായിരിക്കും? എൻ എസ് ആയിരിക്കും കണ്ടുപിടിക്കാനുള്ളത്. എൻ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എൻ എസ്. ഓക്കെ, എൻ എസ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. എൻ എസ് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കൂടെ? ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാണ് നമ്മൾ ചെയ്യുന്ന? വി എസ്, വി പി ഉണ്ട്, എൻ പി ഉണ്ട്, എൻ എസ് കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോക്ക്. വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ പി സമം ഐ പി ബൈ ഐ എസ്. ഇതിൽ ഏത് ഉണ്ട്? ഇവിടെ വി എസ് ഉണ്ട്, വി പി ഉണ്ട്, എൻ എസ് ഇല്ല, എൻ എസ് ഇല്ല, എൻ പി ഉണ്ട്. കണ്ടോ? അപ്പൊ ഇത് 4 എണ്ണത്തിലല്ലേ 3 എണ്ണം ഉള്ളത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ എടുക്കുക, ഇത്രയും ഭാഗം മാത്രം എടുത്താൽ. ഐ പിയുടെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ കറണ്ടിന്റെ കാര്യങ്ങളെ പറഞ്ഞിട്ടില്ല. സോ കറണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയുന്നെങ്കിൽ അതിന്റെ കാര്യം പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ അതൊന്നുമില്ല. സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം മാത്രം കണ്ടുപിടിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ഇല്ലാതെ ഉള്ളൂ. സോ ഇതിന് വാല്യൂ കൊടുത്താൽ മതി, നമുക്ക് ആൻസർ ആയി. വാല്യൂ കൊടുത്താണോ? വി എസിന് വേറെ എത്ര കൊടുക്കും? 8. വി പി എത്ര? 240. ദെൻ എൻ എസ് കണ്ടുപിടിക്കണം. എൻ പി എത്രയുടെ? 4800. അപ്പൊ ഇത്തരം പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതില് ന്യൂമറേറ്ററിലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതെന്ന് സാധനം. അതായത് ഇവിടെ എൻ എസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് ന്യൂമറേറ്റർ കിടക്കും. സോ അതിനെ അവിടെ തന്നെ ഇടുക. അത് എവിടെയാണോ കിടക്കുന്നത് ന്യൂമറേറ്ററിലാണെങ്കിൽ ആ കണ്ടുപിടിക്കാനുള്ളത് അവിടെ തന്നെ ഇടുക. നമ്മളൊന്നും ചെയ്യണ്ട. പകരം അതിന്റെ ഡിനോമിനേറ്റർ അങ്ങ് മാറ്റി കൊടുക്കുക. ഇത് 4800 അല്ലേ, അതിന് ഇനി ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇപ്പൊ 4800 ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്നു. സോ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ, ഇക്വേഷൻ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു സിമ്പിളിന് അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിന്റെ ഓപ്പോസിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ 8/240 ഇൻറ്റു 4800 ഈസ് ഈക്വൽ ടു, ഇവിടെ ആര് ബാക്കിയായി? എൻ എസ് മാത്രം. ന്യൂമറേറ്ററിൽ എൻ എസ് താഴെ 1. അത് വേണമെങ്കിൽ ഒഴിവാക്കാം. നമുക്ക് ഡിനോമിനേറ്റർ ഉള്ള 1 എഴുതേണ്ട കാര്യമില്ല. സോ ഇവിടെ ആൻസർ പറ. 0 ക്യാൻസലായി. ഇത് ന്യൂമറേറ്ററിലാണേ. ദെൻ 24 ഗുണം 2 ആണ് 48. ഇത് ക്രിയകളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം. സോ ഇവിടെ ആൻസർ 20ഉം 8ഉം വരും. 20 × 8 എത്രയുണ്ട്? എൻ എസ് സമം, ഇത് തിരിച്ചെഴുതി ഞാൻ, എൻ എസ് സമം 160. ഓക്കെ, എൻ എസ് സമം 160. അത്രയേ ഉള്ളൂ. എണ്ണമാണ്, ചുറ്റുകളുടെ എണ്ണാണ്ട് യൂണിറ്റ് ഒന്നുമില്ല. ശ്രദ്ധിക്കുക, ചുറ്റുകളുടെ എണ്ണത്തിന് യൂണിറ്റ് ഒന്നും എഴുതിക്കരുത്, വോൾട്ടേജ് ഒന്നും എഴുതിക്കരുത്. ഓക്കെ, സോ ഇവിടെ ചെയ്ത ക്രിയ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗുണിച്ചിട്ട് പയ്യെ ഹൈറ്റൊക്കെ വരാം. സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും എളുപ്പം കേട്ടോ. അറ്റത്തുള്ള 0 പോയി. പിന്നെ 480 24 ആണ് വരുന്നത്. 480 ഭാഗം 24 ചെയ്യുന്നതിന് 48 മാത്രം എടുത്തപ്പോൾ 24 എത്ര? 2 വേണം. പിന്നെ 0 കൊണ്ട് ചേർത്തെടുക്കുമ്പോൾ ഇത് 20 ആയി. 20 ഗുണം 8 ആണ് 160. അങ്ങനെയാണ് ചെയ്തത്. സോ ആൻസർ 160 എന്ന് കിട്ടി. അത്രയേ ഉള്ളൂ ആ പ്രോബ്ലത്തിന്റെ കാര്യം. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസ്. അതിലുള്ള വേറൊരു പ്രോബ്ലം ഉണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് കാണിക്കുക സാറിന്. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ഇങ്ങനെയാണ്. കറണ്ട് ഒന്നും ഇൻവോൾവ് ആവൂല. പി എസ്, വി പി, എൻ എസ്, എൻ പി അങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തന്നിട്ട് 3 എണ്ണം തന്നേക്കും. 4ാമത്തെ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കറണ്ടുമായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ ചെയ്യാം. എന്നിട്ട് ഈ സെക്ഷനിലെ പ്രോബ്ലം നിർത്താം. നോക്കട്ടെ. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളുണ്ട്. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ എത്ര? 5000 ചുറ്റുകളുണ്ട്. സെക്കൻഡറിയിൽ 250 ചുറ്റുമുണ്ട്. ശ്രദ്ധിക്കുക, പ്രൈമറിയിൽ എത്ര ചുറ്റെന്നാണ് പറഞ്ഞ? 5000. സെക്കൻഡറിയിൽ എത്ര ചുറ്റാണ്? അപ്പൊ എൻ പി ആണ് 5000, എൻ എസ് ആണ് എന്തെന്ന് പറയുന്നത് 250. അപ്പൊ ഈ ചുറ്റുകളുടെ എണ്ണം നോക്കി തന്നെ നമുക്ക് പറയാൻ പറ്റും ഇത് സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ? ഏത് ട്രാൻസ്ഫോമർ ആണിത്? പ്രൈമറിയിലാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. സെക്കൻഡറി നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. ഓക്കെ, അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇൻപുട്ട്, ഇങ്ങോട്ട് എടുക്കുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ, ഇൻപുട്ട് കൊടുക്കുന്ന കോയിലാണ് പ്രൈമറി, ഔട്ട്പുട്ട് എടുക്കുന്ന കോയിലാണ് സെക്കൻഡറി. സോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുക 5000 ചുറ്റുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അവിടെ വോൾട്ടേജ് കൂടുതലായിരിക്കും. ചുറ്റുകളുടെ എണ്ണവും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ചുറ്റുകളുടെ എണ്ണം കൂടുതൽ ഉള്ള സ്ഥലത്ത് വോൾട്ടേജും കൂടുതലായിരിക്കും. 5000 ചുറ്റുണ്ടെങ്കിൽ അവിടെ അതിനനുസരിച്ച് വോൾട്ടേജും കാണും.
ഇവിടെ അത്രയും ചുറ്റില്ല, അപ്പോൾ അവിടെ വോൾട്ടേജ് കുറവായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രൈമറിയെക്കാളും വോൾട്ടേജ് കുറവായിരിക്കും സെക്കൻഡറിയിൽ. അപ്പോൾ അത് ഏത് ട്രാൻസ്ഫോമർ ആണ് വോൾട്ടേജ് കുറച്ചത്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് കുറയ്ക്കും എന്നുള്ള കാര്യം മൈൻഡിൽ വെച്ചേക്കുക. അടുത്ത അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. പ്രൈമറിയിലെ വോൾട്ടേജ് 120. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 120. അപ്പോൾ വി പി സമം 120 വോൾട്ട്. വൈദ്യുത പ്രവാഹ തീവ്രത കറണ്ട് 0.1 ആംപിയർ. പ്രൈമറിയിൽ തന്നെ, അതുകൊണ്ട് ഐ പി എന്ന് എഴുതാം. 0.1 ആംപിയർ. 0.1 ആണ്. 0.1 ആംപിയർ ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജും കറണ്ടും കാണണം. സെക്കൻഡറിയിലെ വോൾട്ടേജും കറണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജിന് വി എസ് കാണണം. സെക്കൻഡറിയിലെ കറണ്ട് ഐ എസ്. അപ്പൊ വി എസ് എത്ര, ഐ എസ് എത്ര ആണ് ചോദ്യം. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ടേ നമുക്ക് പ്രോബ്ലം ഒന്നുകൂടെ നോക്ക്. എൻ ബി ഉണ്ട്, എൻ എസ് ഉണ്ട്, വി പി ഉണ്ട്, വി എസ് ഇല്ലേ, ഐ എസ് ഇല്ല, ഐ പി ഉണ്ട്. അപ്പൊ ഇത് രണ്ട് തരത്തിൽ ചെയ്യണം, അതായത് രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യണം. അതായത് ആദ്യം നമ്മൾ വി എസ് കണ്ടുപിടിക്കണം, പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഐ എസ് കണ്ടുപിടിക്കണം. തിരിച്ച് അല്ലെങ്കിൽ ഐ പി ആദ്യം ഐ എസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ വി എസ് കൂടെ കണ്ടുപിടിക്കും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് വെച്ച് തന്നെ ചെയ്യുന്ന. ഏതാണ് ഇതിന്റെ ഇക്വേഷൻ? വി എസ് ബൈ വി പി സമം എൻ എസ് ബൈ എൻ ബി. എൻ എസ് ഉണ്ട്, എൻ പി ഉണ്ട്, വി പി ഉണ്ട് അല്ലേ? വി പി ഉണ്ട്. അപ്പൊ വി എസ് കണ്ടുപിടിച്ചൂടെ? വി പി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി, പി എസ് ആയി. ഇനി ഈ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ഐ പി ബൈ ഐ എസ് എന്ന് കിട്ടത്തില്ലേ? ഐ പി ബൈ ഐ എസ് എന്ന് കിട്ടത്തില്ലേ? ആ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് എന്തും കണ്ടുപിടിക്കാം നമുക്ക്. എന്തും കണ്ടുപിടിക്കാടാ? ഐ പി കണ്ടുപിടിക്കാനുള്ള ഐ എസ്. ഐ എസ് കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ശ്രദ്ധിക്കുക, ആദ്യം ഞാൻ വി എസ് കാണണേ. വി എസ് അപ്പൊ അതിനുള്ള വാല്യൂസ് എല്ലാം കൊടുക്കുകയാണ്. വി എസ് അറിഞ്ഞൂടാ. വി പി എത്രയാണ്? വി പി 120. പിന്നെ തന്നിട്ടുള്ള എന്താണ്? എൻ പി 5000. എൻ എസ് എത്ര? 250. ഓക്കെ, ഇത് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട വി എസ് അല്ലേ, അത് ന്യൂമറേറ്ററിലല്ലേ കിടക്കുന്ന. സോ ഡിനോമിനേറ്റർ ഉള്ളത് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, അപ്പൊ 120 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പൊ 120 കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ ആൻസർ വരുമ്പോ ഇവിടെ 0 പോയി. 250 500 കൂടെ നമുക്ക് വെട്ടാം. 250 ഗുണം 2 ആണ് 500. 12 2 മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി 12 2 വെട്ടിക്കഴിഞ്ഞാൽ 6. സോ ആൻസർ വി എസ് ഇസ് ഈക്വൽ ടു 6 വോൾട്ട്. മാത്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. പ്രോബ്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. നമ്മൾ ഇത്രയും കാര്യം ആലോചിച്ചാൽ മതി. വി എസ് കണ്ടുപിടിക്കുമ്പോൾ ഈ 120 അപ്പുറത്ത് കൊണ്ടുപോയി ഗുണിക്കണം. ഗുണ രീതി നിങ്ങൾക്ക് ഏത് രീതി വേണോ അവലംബിക്കാം, ഏത് രീതി വേണോ ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 120 ന്യൂമറേറ്ററിലാണെന്ന് ആലോചിക്കുക. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ആൻസർ എത്ര കിട്ടും? 6 വോൾട്ട് എന്ന് കിട്ടും. 6 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് ശരിയാണോ? നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ, 120 കൊടുത്തത്. അപ്പോൾ 6 വോൾട്ട് കിട്ടി. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോജിക്കലായിട്ട് അത് തെറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്? ഐ എസ്. അതൊന്ന് ശ്രദ്ധിക്കേ, ഐ എസ് ആണ് വേണ്ട. ഐ എസ് നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് വി എസ് ബൈ വി പി സമം ഐ പി ബൈ ഐ എസ്, ആ രീതി ചെയ്യാം. അല്ലെങ്കിൽ എൻ എസ് ബൈ എൻ ബി സമം ഐ പി ബൈ ഐ എസ്, ഇങ്ങനെയും ചെയ്യാം. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ മതി. കാരണം ബാക്കി 3 കാര്യങ്ങളും ഇപ്പൊ നമുക്ക് എല്ലാം അറിയാം. ഐ എസ് കൂടെ മാത്രമേ അറിയാവുള്ളൂ. ഈ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും ഐ പിയും വി എസും വി പി ഒക്കെ അറിയാം. വി എസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചോണ്ട് ഇവിടെ ഈ ഇക്വേഷൻ എടുത്താൽ ഐ പിയും എൻ എസും എൻ ബിയും ക്വസ്റ്റ്യനിലുണ്ട്. സോ ഐ എസ് അവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഏത് രീതി വേണോ എടുക്കാം. അപ്പൊ ഞാൻ ഇപ്പം വി എസ് നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലേ, അത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണേ. ഇവിടെ വി എസ് എത്ര ഇപ്പൊ കണ്ടുപിടിച്ച എത്ര? 6. വി പി എത്ര? നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. വി പി പ്രൈമറിയിൽ ഉള്ള വോൾട്ടേജ് എത്രയായിരുന്നു? 120 വോൾട്ടേജ്. 120.
IP 0.1 ആംപിയർ അല്ലേ അല്ലേ IS അറിഞ്ഞൂടാ നമുക്ക് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആരെയാടാ IS-നെയാണ്. ഒരിക്കലും കണ്ടുപിടിക്കാനുള്ള സാധനത്തിന് നമ്മൾ ഡിനോമിനേറ്റർ ഇട്ട് ചെയ്യരുത്, നമുക്കൊരു പ്രോബ്ലം ആണ് അത്. അതുകൊണ്ട് അവനെ അങ്ങ് ന്യൂമറേറ്ററിലാക്കണം. അവനെ ന്യൂമറേറ്ററിലാക്കാൻ ഇവിടെ വെച്ച് പറ്റോ? അവനെ ന്യൂമറേറ്ററിലാക്കണമെങ്കിൽ അവനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം. മനസ്സിലായ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണോടാ? ഗുണിക്കണം. ഇവിടെ ഡിവൈഡ് ചെയ്തൊക്കെയല്ലേ, അപ്പോൾ അവിടെ കൊണ്ടുപോയി ഗുണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്തിലാവും? ഡിനോമിനേറ്റർ ഉള്ളത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തിലാവും? ന്യൂമറേറ്ററിലാവും. സോ IS into 6/120 is equal to 0.1. ഇനി ഈ IS-ന്റെ കൂടെ ഉള്ള ബാക്കിയുള്ളവരെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അതിൽ IS ഈക്വൽ ടു സിമ്പിളിൽ ഒരിടത്ത് ഒറ്റയ്ക്കാവും. നമുക്ക് അങ്ങനെ ആക്കിയാലേ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് വരാൻ പറ്റും. ഒരു അക്ഷരം അല്ലെങ്കിൽ ഒരു ചരത്തിനെ നമ്മൾ ഈക്വൽ ടുന്റെ ഒരു ഭാഗത്തോട്ട് ആക്കണം. ഓക്കെ, അപ്പൊ IS into 6/120 is equal to 0.1. ഇനി ഇവിടെ ഈ 120നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോവുക, 6നെ ഡിവൈഡ് ചെയ്യുക. 120നെ അപ്പുറത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ 120 ഡിനോമിനേറ്റർ ആണ്, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ ഞാൻ ഇക്വേഷൻ ഒന്ന് മാറ്റിയാണേ, നോക്കിയോ, ഇതാണ് ബാക്കിയാണ് മുകളിൽ എഴുതുന്നത്. സോ IS മാത്രം ലെഫ്റ്റിൽ 120 ഡിനോമിനേറ്ററിലാണ്. സോ 0.1ന്റെ കൂടെ ന്യൂമറേറ്ററിലാക്കും, അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ന്യൂമറേറ്ററിലാവും. ഇവിടെ 6 ന്യൂമറേറ്ററിലാണ്, ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തിലോട്ടാവും? ഡിനോമിനേറ്ററിലോട്ടാവും. സോ 6 മദറിന് കാണുമ്പോൾ നമുക്ക് അറിയാൻ വെട്ടാം 2, ആ 0 കൂടെ ചേരുമ്പോൾ അത് എത്രയാവും? 20. സോ 20 ഇൻറ്റു 0.1, പോയിന്റ് മാറ്റി കുടിക്കുമ്പോൾ 20 തന്നെ, എന്നിട്ട് ഒരു പോയിന്റ് ഇടുമ്പോൾ 2.0, അതായത് എത്ര തന്നെ? 2 തന്നെ. സോ ആൻസർ 2 ആംപിയർ എന്ന് കിട്ടും. സോ അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കാര്യങ്ങളൊന്നും ആലോചിക്കുക, ഡിനോമിനേറ്റർ ഇട്ട് മാക്സിമം കണക്ക് ചെയ്യാതിരിക്കുക. ഡിനോമിനേറ്റർ ചെയ്താൽ ലാസ്റ്റ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ മാത്സ് ഒക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അല്ലാതുള്ളവർ ഈ IS എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ന്യൂമറേറ്ററിലാക്കിയിട്ടൊക്കെ ബാക്കി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്യുക. ഓക്കെ, പ്രോബ്ലംസ് മാക്സിമം ചെയ്ത് പഠിക്കുക. മാത്സ് നല്ല ബേസ് ഉണ്ടാക്കിയെടുക്കുക. ബേസ് ഉണ്ടാക്കിയിട്ട് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. മാത്സ് പഠിക്കുന്നതിൻ്റെ അത്ര പാടില്ല, പക്ഷേ ബേസിക് മാത്സ് അറിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, 8, 9 പഠിച്ചാൽ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 2 ആംപിയർ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിലോവാട്ട് അവറിലുള്ള ഊർജം, കിലോവാട്ട് അവറിലുള്ള എനർജി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അതായത് നമ്മളെ വീട്ടിൽ വരുന്ന ആ ഒരു കറണ്ട് അളക്കുന്ന, അല്ലെങ്കിൽ വൈദ്യുത ഊർജ്ജം എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്ന, കറണ്ട് അതല്ല, ഇലക്ട്രിക്കൽ എനർജിയാണ് അളക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി അളക്കുന്ന വാട്ട് അവർ മീറ്ററിലെ, വാട്ട് അവർ മീറ്ററിനാണ്, അതിനകത്തുള്ള എനർജി, ഇലക്ട്രിക്കൽ എനർജി അളക്കാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ കറണ്ട് ബില്ലൊക്കെ വീട്ടിൽ എന്ത് ചെയ്യുന്നത്, അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവർ ഒരു യൂണിറ്റിന് ഇത്ര രൂപയെന്നൊക്കെ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും വ്യത്യാസമുണ്ട്. പണ്ട് എല്ലായിടത്തും ഒരേ യൂണിറ്റിന് ഒരേ പൈസയായിരുന്നു. ഇപ്പം നമ്മുടെ ഉപഭോഗത്തിനനുസരിച്ചാണ്, യൂസേജിനനുസരിച്ചാണ് യൂണിറ്റിന് റേഞ്ച് വരുന്നത്, വില വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ജസ്റ്റ് അത്രയൊന്നും നമുക്കില്ല. നമുക്ക് ഇവിടെ ഒരു വീട്ടിലെ ഇലക്ട്രിക്കൽ എനർജി, കുറേ പവറുള്ള ഉപകരണങ്ങൾ തന്നേക്കും, അത് വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കാണണം. ഇപ്പോൾ ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലമാണ്, നോക്കി കേട്ടോ. ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ പവറാണ്, വാട്ട് 20 വാട്ടിൻ്റെ 5 CFL ഉണ്ട്. 5 CFL, 20 വാട്ടിൻ്റെ 5 CFL ഉണ്ട്. ഇത് 4 മണിക്കൂർ യൂസ് ചെയ്യും. 4 മണിക്കൂർ അത് ഉപയോഗിക്കും. 60 വാട്ടിൻ്റെ 4 ഫാൻ ഉണ്ട്. ഇത് 5 മണിക്കൂർ യൂസ് ചെയ്യും. TV 4 മണിക്കൂർ. TVയുടെ എത്ര വാട്ടാണ്? 100 വാട്ട്. 100 വാട്ടുള്ള TV ഒന്നേ ഉള്ളൂ. ഒരു TV 4 മണിക്കൂർ. എത്തുന്നിരിക്കുന്ന മണിക്കൂറാണേ, 4 മണിക്കൂർ. ചെറിയുണ്ട് ആ വീട്ടിൽ. അങ്ങനെയാണെങ്കിൽ അവർ ഒരു ദിവസം അവിടെ എത്ര യൂണിറ്റ് എനർജി യൂസ് ചെയ്യും? എത്ര യൂണിറ്റ് എന്ന് ചോദിച്ചാൽ, ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവർ ആണ്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 kWh കിലോ വാട്ട് അവറാണ്. 1 കിലോ വാട്ട് അവറാണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഇത്രയാണ് തന്നേക്കുന്നത്. നമുക്ക് ഇവിടെ വാട്ടാണ്, പവറുണ്ട്,
ആ സമയം മണിക്കൂറിലുമാണ്. നമുക്ക് വേണ്ടത് കിലോ വാട്ട് അവറിലാണ്. സോ ശ്രദ്ധിക്കാനുള്ളത് ഈ വാട്ടിനെ എന്താക്കണം, കിലോ വാട്ടിലാക്കണം. എന്നിട്ട് മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു ചെയ്താൽ മതി. ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാനുള്ള എനർജി എന്ന് പറയുന്നത് പവർ ഇൻറ്റു ടൈമാണ്. ഇതാണ് എൻ്റെ ബേസിക് ഇക്വേഷൻ. എനർജി ഈസ് ഈക്വൽ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പവർ ഇൻറ്റു ടൈമാണ്. അവിടുത്തെ ആ ഉപകരണത്തിന്റെ പവറും അത് എത്രത്തോളം ദിവസം ഒന്നല്ല, എത്ര നേരം എത്ര ടൈം യൂസ് ചെയ്യുന്നുള്ള ആ ഒരു തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി ആയി. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ പവർ എന്തിലല്ല, കിലോ വാട്ടിലാണെങ്കിൽ നമുക്ക് ആ ഈ യൂണിറ്റിൽ കിട്ടും. ഇതിവിടെ വാട്ടിലാണ് കിടക്കുന്നത്, അതിനെ കിലോ വാട്ട് ആക്കണം. അതിനെന്ത് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ 1000 വന്നാൽ എങ്ങനെയാ, അതിങ്ങനെയാ 1000 വാട്ടാണ് 1 കിലോ വാട്ട്. ഇതാണ് 1000 വാട്ടാണ് 1 കിലോ വാട്ട്. അപ്പോൾ തിരിച്ച് വാട്ടിനെ കിലോ വാട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ 1000 അപ്പുറത്ത് പോകും. 1000 കൊണ്ട് എന്ത് ചെയ്യണം, 1000 കൊണ്ട് എന്ത് ചെയ്യണോടാ, ഡിവൈഡ് ചെയ്യണം കേട്ടോ. 1 വാട്ട് എന്ന് പറഞ്ഞാൽ 1/1000 കിലോ വാട്ടാണ്. 1000-1 കിലോ വാട്ടേ ആ 1 വാട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വാട്ടിനെ കിലോ വാട്ടാക്കാൻ എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് കിലോ വാട്ട് ആക്കാനായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി ഇതിവിടെ കിലോ വാട്ടിലാണ് ഏതെങ്കിലും ഒരു സാധനത്തിന്, ഇപ്പോൾ ഇസ്തിരി പെട്ടിയൊക്കെ ആണെങ്കിൽ 1000 വാട്ട് വരും അതിന് പവർ. സോ അതൊരു കിലോ വാട്ടാണ്. അപ്പോൾ 1 കിലോ വാട്ടാണ് ഡയറക്റ്റ് തന്നിരുന്നാൽ പിന്നെ അതിനെ വീണ്ടും 1000 കൊണ്ട് ഭാഗിക്കരുത്. ഇവിടെ വാട്ടിലാണെങ്കിൽ മാത്രമേ കിലോ വാട്ടിലാക്കാവൂ. ഇനി ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം അല്ല, ആ CFL ഒക്കെ 5 എണ്ണം ഉണ്ട്. അപ്പോൾ ആ എണ്ണം കൂടെ കൊണ്ട് ഗുണിക്കേണ്ടി വരും. ഇവിടെ ഫാന് 4 എണ്ണം ഉണ്ട്, അവിടെ ആ എണ്ണം കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ചിട്ട് അതിന് ആ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരെണ്ണത്തിന് ഇത്ര എനർജി ആവും. അങ്ങനെയാണെങ്കിൽ 4 എണ്ണത്തിന് എത്ര, നമ്മുടെ പഴയ ചെറിയ കണക്കുകൾ ചെയ്യുന്ന കണക്ക്, ഒരെണ്ണത്തിന്റെ വില വെച്ചിട്ട് 4 എണ്ണത്തിന്റെ വില കണ്ടുപിടിച്ചൂടെ. അതുപോലെ ഒരെണ്ണം യൂസ് ചെയ്യുന്ന എനർജി അറിയാം. അങ്ങനെയാണെങ്കിൽ 5 എണ്ണം എത്ര എന്ന് കണ്ടുപിടിക്കാൻ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇവിടെ ഒരെണ്ണത്തിന്റെ യൂസ് ചെയ്യുന്ന എനർജി അറിയാം, 4 കൊണ്ട് ഗുണിച്ചാൽ 4 എണ്ണത്തിന്റെ കിട്ടും. ഇവിടെ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒരെണ്ണത്തിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഓരോ ഉപകരണത്തിന്റെയും യൂസ് ചെയ്യുന്ന എനർജി, ഇലക്ട്രിക്കൽ എനർജി സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കണ്ടുപിടിക്കണം. 2 എണ്ണം ഞാൻ ചെയ്യാം, 3ാമത്തെ നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് സം ചെയ്താൽ ടോട്ടൽ എനർജി ആയി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് എങ്ങനെയാണ്, ഇത് സിമ്പിൾ കണക്കാണ്, രീതി മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൽ ഓരോ ഉപകരണങ്ങളും യൂസ് ചെയ്യുന്ന എനർജി കണ്ടുപിടിച്ചിട്ട് അവസാനം ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, എല്ലാ എനർജിയും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇതൊന്ന് നോട്ട് ചെയ്യുക നിങ്ങൾ, എന്നിട്ടേ പ്രോബ്ലത്തിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ഏതിന്റെ ആണ് കണ്ടുപിടിക്കാൻ പോകുന്ന, CFLന്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. CFLന്റെ ടോട്ടൽ എനർജി. ഓക്കെ, CFLന്റെ ടോട്ടൽ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ എനർജിയുടെ ആ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. ഒരു CFLന്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്ന, വാട്ടിലുള്ള പവർ എത്ര, 20. പവർ ഇൻ വാട്ട്, വാട്ടിലുള്ള പവർ എത്രയാണ്, 20. അതിന് ആദ്യം കിലോ വാട്ട് ആക്കണം. അതിന് എന്ത് ചെയ്യണം, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു ടൈം ഇൻ അവർ, മണിക്കൂറിലുള്ള സമയം. ഇവിടെ മണിക്കൂറിൽ തന്നെ ആണല്ലോ സമയം തന്നേക്കുന്ന, അതുകൊണ്ട് നമുക്ക് വേറെ കൺവേർഷൻ ഒന്നുമില്ല. സോ 4 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. സോ ആൻസർ എത്ര കിട്ടും, എനർജി ഓഫ് 1 CFL ആണ് ഞാൻ ചെയ്യുന്നത്. എനർജി ഓഫ് 1 CFL, 4 മണിക്കൂർ 1 CFL കത്തിച്ചിട്ടിരുന്നാൽ എത്ര എനർജി അത് യൂസ് ചെയ്യുമെന്നാണ് കണ്ടുപിടിക്കുന്നത്. സോ 20/1000 ഇൻറ്റു 4. അപ്പോൾ ഇത് കിലോ വാട്ടിലായി, ഇത് അവറിലായി. ഓക്കെ, ഇനി 0 വെട്ടിപ്പോയി, 2 100 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 50. സോ ആൻസർ എത്ര വരും, 4/50. വീണ്ടും ചെറുതായി കഴിഞ്ഞാൽ 2/25 കിലോ വാട്ട് അവർ. അത് പോയിന്റിലാക്കാൻ വേണം കേട്ടോ. 2/25 കിലോ വാട്ട് അവർ ആണ് ഒരെണ്ണത്തിന്റെ. ഇനി എനർജി ഓഫ് 5 CFL കിട്ടുന്ന ഇത് നമുക്ക് കാണുന്നതാണ് കേട്ടോ. എനർജി ഓഫ് 5 CFL എത്ര, ഇതിനെ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി, 5 കൊണ്ട് ഗുണിച്ചാൽ മതി. കാരണം ഒരെണ്ണത്തിന്റെ എത്രയാണെങ്കിൽ 5 എണ്ണത്തിനാണ് 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 ന്യൂമറേറ്ററിലാണ്. സോ 5 25 ഇവിടെ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ 5 താഴെ വരും. ആൻസർ എത്ര, 2/5 കിലോ വാട്ട്. മനസ്സിലായാടെ? ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഇക്വേഷൻ ഇതേ ഉള്ളൂ, ബാക്കി മാത്സ് ആണ്.
എന്ത് ചെയ്താൽ മതി? വാട്ടിലുള്ള പവർ ബൈ 1000 ഇൻറ്റു മണിക്കൂറിലുള്ള സമയം. ചിലപ്പോൾ ഇത് മണിക്കൂറിലല്ല തരുന്നതെന്നുണ്ടെങ്കിൽ മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലായിരിക്കും ചിലപ്പോൾ തരുന്ന. മിനിറ്റിനെ എന്താക്കണം? അവർ ആക്കണം. മിനിറ്റിനെ അവർ ആക്കാൻ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മിനിറ്റിനെ അവർ ആക്കാൻ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി സെക്കൻഡിലാണ് തരുന്നതെങ്കിൽ 3060 ഇൻറ്റു 60 എത്ര? 3600 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. കൂടുതലും നിങ്ങൾ കൺഫ്യൂസ് ആകത്തില്ല, അവർ തന്നെ തരും. ഇനി മിനിറ്റിലായിരിക്കും ചിലപ്പോൾ തരുന്ന. പോസ്റ്റ് ഒന്ന് ഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിറ്റിൽ തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് അവറിലോട്ട് മാറിക്കോളും. കാരണം 60 മിനിറ്റ് ചേരുമ്പോഴാണ് ഒരു. ഓക്കെ, ഇതാണ് CFLന്റെ കേസ്. ഇനി ഇതുപോലെ എന്ത് ചെയ്യുക? അപ്പോൾ ഇത് അവിടെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടേക്കുക. ഒന്നൊന്ന് അങ്ങനെ ഇക്വേഷൻ വേണമെങ്കിൽ കൊടുക്കാം. എത്ര കിട്ടി? 5 CFLന്റെ എനർജി കിട്ടി. ഇനി ഇതുപോലെ എന്തിന്റെ കണ്ടുപിടിക്കണം? ഫാനിന്റെ കണ്ടുപിടിക്കണം. ലാസ്റ്റ് ടിവിയുടെ കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്തത് ഫാനിന്റെ കൂടെ നമുക്ക് നോക്കാം. ഫാൻ 60 വാട്ടാണ് അല്ലേ? 60 വാട്ട് 4 എണ്ണം ഉണ്ട്. എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു? 5 മണിക്കൂർ പ്രവർത്തിക്കും. സോ ഇവിടെ അങ്ങനെ തന്നെ ചെയ്യുന്ന. എങ്ങനെയാണ്? ഒരു ഫാനിന്റെ എനർജി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം. 5 ഫാനിന്റെ എനർജി എന്ന് പറഞ്ഞിട്ട് 5 കൊണ്ട് ഗുണിച്ചങ്ങ് തുടങ്ങാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഒരു ഫാനിന്റെ എനർജി അങ്ങനെ കണ്ടുപിടിക്കും. 60 വാട്ടിന് ആദ്യം കിലോ വാട്ട് ആക്കണം. ബൈ 1000 ഇൻറ്റു 5 മണിക്കൂർ തന്നെ വന്നേക്കുന്നത്. അതുകൊണ്ട് 5 മണിക്കൂർ ചെയ്യുന്നു. 0 പോയി 2 കൊണ്ട് ഒട്ടിക്കാൻ 3, 2 കൊണ്ട് ഒട്ടിക്കഴിഞ്ഞാൽ 5, 50, 5 കൊണ്ട് ഒട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 10. ആൻസർ 3/10 കിലോ വാട്ട് അവർ. സോ അടുത്ത ആൻസർ എത്ര വന്നു? 3/10 കിലോ വാട്ട് അവർ. അപ്പൊ ഇതുപോലെ നിങ്ങൾ അടുത്ത ടിവിയുടെ ചെയ്യുക. ടിവിയുടെ ആകുമ്പോൾ 100 വാട്ടാണെന്ന് തോന്നുന്നു. ഇതിങ്ങനെ അവിടെ തീർന്നില്ലേ? ഒരു ഫാനേ ആയോളൂ. ഇനി 4 ഫാനോട് ആകുമ്പോൾ 4 ഗുണം കൂടെ വരും കേട്ടാ. മറന്നല്ലേ? 4ന്റെ ആകുമ്പോൾ ഇൻറ്റു 4 കൂടെ വരും. സോ ആൻസർ എത്ര വരും? 3/10 ഇൻറ്റു 4 സമം 12/10 കിലോ വാട്ട് അവർ ആണ് ഫാൻ ആകെ ഉപയോഗിച്ച ഊർജം, എനർജി. ഓക്കെ, 4 ഫാനിന്റെ എനർജി 3/10 ഇൻറ്റു 4 ആണ്. ഇപ്പൊ 12/10 എന്ന് കിട്ടും. 1.2 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 100 വാട്ട് ടിവിയുടെ ഇതുപോലെ ചെയ്യുക. ഓക്കെ, അതിനാദ്യം കിലോ വാട്ട് ആക്കുക. എന്നിട്ട് എത്ര മണിക്കൂർ ഉപയോഗിച്ചു നോക്കുക. എത്ര മണിക്കൂറാണ്? ടി വി 4 മണിക്കൂറാണ്. ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഒരെണ്ണത്തിന്റെ കണ്ടുപിടിച്ചാൽ മതി അവിടെ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ കിലോ വാട്ട് അവറിൽ ഫൈനലായിട്ട് കണ്ടുപിടിച്ചത്, ഓരോന്നിന്റെ അല്ല, എത്ര എണ്ണം ഉണ്ടോ അതിന് മൊത്തം കണ്ടുപിടിച്ച എനർജി, അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഫ്രാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്യുക. അറിഞ്ഞൂടെ? അല്ല, അറിഞ്ഞൂടാത്തവർ പോയിന്റ് ആക്കിയിട്ട് അത് പോയിന്റുകൾ ആഡ് ചെയ്യുക. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനും പോയിന്റ് ആഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. അതുണ്ടെങ്കിൽ മാത്സ് കൊച്ചു ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട് അതിന്. ഓക്കെ, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായി? കിലോ വാട്ട് അവറിലുള്ള മൊത്തം യൂസേജ് ആണ്. സിമ്പിൾ കണക്കാണ്, പക്ഷേ നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതി പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ ആക്കി പറയുകയാണെങ്കിൽ നമുക്ക് പറയാം വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. ഇതാണ് കിലോ വാട്ട് അവറിലെ എനർജി. എങ്ങനെ കണ്ടുപിടിക്കും? വാട്ടിലുള്ള പവർ ഞാൻ പി എന്ന് ഇട് ഇൻറ്റു സമയം ഇൻ അവർ അല്ലെങ്കിൽ മണിക്കൂർ. മണിക്കൂറിലുള്ള സമയം ഭാഗം 1000. ആക്ച്വലി ഈ 1000 എവിടെ നിന്ന് വരുന്നതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാട്ടിലുള്ള പവറിനെ എന്താക്കാനാണ്? കിലോ വാട്ട് ആക്കാനാണ് അവിടെ 1000 വരുന്നത്. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ 1000 ഉള്ള കാര്യം നിങ്ങൾ മറന്നു പോകില്ല. ആ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചിട്ടാണ് ഇക്വേഷൻ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടിലുള്ള പവർ മണിക്കൂറിലുള്ള സമയം 5000. അതാണ് കിലോ വാട്ട് അവറിലോട്ട് മാറ്റാനുള്ള എനർജി. സാധാരണ നമ്മൾ അളക്കുന്ന യൂണിറ്റ് ഏതാ? അത് മറന്നു പോലെ ജൂളാണ്. സാധാരണ നമ്മൾ അളക്കുന്ന യൂണിറ്റ് ജൂളാണ് എനർജി. ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയുടെ യൂണിറ്റ് ജൂളാണ്. ഹീറ്റ് എനർജി ജൂൾ, എനർജി എല്ലാം യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഇവിടെ ഈ ജൂൾ എന്ന് പറഞ്ഞ യൂണിറ്റിനാണ് ആക്ച്വലി കിലോ വാട്ട് അവർ ആക്കുന്നത്.
ഒരു കിലോ വാട്ട് അവർ എത്ര ജൂൾ എന്ന് ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം SI യൂണിറ്റിലോട്ട് മാറ്റിയാൽ മതി. കിലോ വാട്ടിനെ എന്താക്കുക? വാട്ട് ആക്കുക. അപ്പൊ എത്ര കൊണ്ട് കുടിക്കണം? 1000. ഒരു അവർ ടൈമിന്റെ SI യൂണിറ്റ് എന്തുവാ? സെക്കൻഡ് ആണ്. ഇവിടെ അവർ ആണ് തന്നേക്കുന്നത്. അവറിനെ സെക്കൻഡ് ആക്കാൻ 3600 കൊണ്ട് ഗുണിക്കുക. സോ ഫൈനൽ ആൻസർ 3600 1000 കൊണ്ട് ചേർത്ത് എഴുതുമ്പോൾ 36 3 2 5 0 1 2 3 4 5 അത്രയും വാട്ട് സെക്കൻഡ്. ഈ വാട്ട് സെക്കൻഡ് എന്നുള്ളതാണ് ആക്ച്വലി ജൂൾ. ഓക്കെ, 36 ഇതിന് നമുക്ക് വേറെ രീതിയിൽ എഴുതാം. 10⁻5 ആയതുകൊണ്ട് 10⁵5 എന്ന് എഴുതാം കേട്ടോ. 36 × 10⁵5 ഈ വാട്ട് സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? ജൂൾ. ഇപ്പൊ ജൂളിന്റെ വേറൊരു യൂണിറ്റ് ആണ് വാട്ട് സെക്കൻഡ്. നമ്മൾ ഒരുപാട് യൂണിറ്റുകൾ പഠിച്ചു ജൂളിന്. ന്യൂട്ടൺ മീറ്റർ, വാട്ട് സെക്കൻഡ് കേട്ടോ, കിലോ വാട്ട് അവർ, അതൊക്കെ എനർജി യൂണിറ്റുകളാണ്. അപ്പൊ ഈ വാട്ട് സെക്കൻഡ് എന്തിന് ഇക്വലന്റ് ആണ്? ജൂളിന് തുല്യമാണ്. 36 ലക്ഷം ജൂൾ ചേർന്നാലാണ് 1 കിലോ വാട്ട് അവർ ആവും. ഓക്കെ, 36 × 10⁵5 ഇങ്ങനെ എഴുതാം. അപ്പൊ ഈ സംഖ്യകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. 1 വേയുടെ അരമാർക്കിനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഫൈൻ. അപ്പൊ അത്രയേ ഉള്ളൂ ആ പാഠത്തിനകത്തുള്ള പ്രോബ്ലം സെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പൊ ട്രാൻസ്ഫോമറിന് ഇതിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത്. അപ്പൊ അത് ചെയ്ത് തന്നെ പഠിക്കുക. എക്സർസൈസിൽ ഇതിന്റെ സിമിലർ ആയിട്ടുള്ള പ്രോബ്ലംസ് കാണും, അത് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു തരും. ഓക്കെ.